തീർന്നിക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാദ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. കൺഗ്രാജുലേഷൻ. വളരെ ഭംഗിയായിട്ട് പാടിയിട്ടോ സാർ. താങ്ക് യു സാർ. ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആൾക്കാരോടൊക്കെ പറയാറുണ്ട്. പ്രത്യേകിച്ച് CBSE ആയി നമുക്കറിയാം. CBSE എന്താണെന്ന് അല്ലെ? സി എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് ആണ് അല്ലെ, സത്താണെന്നുള്ളതൊക്കെ നമ്മൾ കാര്യം പറയാറുണ്ട്. പ്രത്യക്ഷത്തിൽ മാത്രം വില കൂടുതൽ തോന്നുള്ളൂ, ഉപയോഗത്തിൽ വളരെ ലാഭകരമാണ്. പിന്നെ പി എന്താണ്? സി കഴിഞ്ഞ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോസേഫ് അല്ലെ, മനുഷ്യനും പ്രകൃതിക്കും തന്നെ ഒന്നും ഹാനികരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പറയാറുണ്ട്. പിന്നെ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ, 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ, അപ്പൊ നമ്മൾ പറയാറുണ്ട്. അടുത്തത് എന്താണ്? ഈ എക്കണോമിക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ കോൺസെൻട്രേറ്റഡ് അതിന്റെ പേരിൽ അത് നമുക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ലാഭകരമായിട്ട് ഉപയോഗിക്കാം. മാത്രമല്ല ഇതിന്റെ അകത്തൊരു മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം കമ്പനി വിലക്ക് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എക്കണോമിക്കലായിട്ട് അല്ലെ, സാമ്പത്തികമായിട്ട് ഒത്തിരി ലാഭകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് എന്താ? ഐ. CBSE ഐയിൽ ലാസ്റ്റത്തെ ഐ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അല്ലെ. ക്വാളിറ്റിയുള്ള നമ്മുടെ പാക്കിംഗ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണെന്ന് നമുക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും ആളുകളൊന്നും വിശ്വസിക്കാറില്ല. എന്തായിരിക്കും കാര്യം അല്ലെ? ആൾക്കാർ വിശ്വാസികളാണ്, പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. എല്ലാവരും തന്നെ വിശ്വാസികളാണ്. അതായത് കേട്ടാൽ പോരാ, അവർക്ക് കാണണം. അതായത് നമുക്കറിയാം അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് നല്ല ടേസ്റ്റ് ആണെന്ന് എത്ര കാര്യമില്ല, അത് രുചിച്ച് തന്നെ നോക്കണം. അതേ സമയത്ത് മുല്ലപ്പൂവിന്റെ മണം നല്ല സ്മെല്ലാണെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അത് മണത്ത് തന്നെ നോക്കണം. അതേപോലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഒരു ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് വിശ്വാസമാവുകയുള്ളൂ. എന്റെ ബാഗില് സ്ഥിരമുള്ള പ്രൊഡക്റ്റ് ആണ് ഇത്. കണ്ട വെലോസിറ്റി കൂടാതെ പൗഡർ, അതേപോലെ പെയിൻ ഓയില്, പേരസ്റ്റല്. ഇതെന്തിനാണെന്നറിയാമോ? ഇതിന്റെ പേര് സ്ഥിരം വെച്ചേക്കണം നടക്കുന്നതല്ല. ഇതെവിടെയെങ്കിലും ഞാൻ ചെന്ന് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കും, ഉപയോഗിച്ച് വെക്കാൻ പറയും. അതിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് ഗ്ലാമറായിട്ട് കിടക്കാം, അതിന് വേണ്ടിയിട്ടാണ് എന്റെ ബാഗിൽ ഞാൻ സ്ഥിരം വെച്ചേക്കണം. ഇതൊക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ബിസിനസ്സോട് ഒരു താല്പര്യം വരുള്ളൂ. അതിന് ഏറ്റവും എളുപ്പം, നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വിശ്വാസവും. ഇപ്പോ സാധാരണ രീതിയിൽ നമ്മൾ നമ്മുടെ ബിസിനസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ കുറച്ച് ബലം പിടിച്ചിരിക്കുന്ന ആൾക്കാർ അപ്പൊ കൂളാകാറുണ്ട്. എപ്പോ കൂളാകാറുണ്ട് മാത്രം എനിക്ക് ഭയങ്കര താല്പര്യവും. നമ്മൾ ഡെമോ കാണിക്കണം, നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു മാജിക് കാണിക്കണ പോലെ അവർക്ക് തോന്നുകയും ചെയ്യും അല്ലെ. നമ്മളൊരു മാജിക് കാർ എന്നുള്ള രീതിയിൽ വരികയും ചെയ്യും. ഇങ്ങനെ എവിടെ ഇരിക്കണം എല്ലാവർക്കും തന്നെ ഒരു മോഡിക്കാരന്റെ മാജിക്കാരത്തി ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ആദ്യമേ തന്നെ ഒരു ഡെമോ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഫിലി സാൻഡി മാഡമാണ്. 30 നല്ല രീതിയിലൊരു ടീമിനെ നയിച്ചുകൊണ്ട് ഇന്നിപ്പോ സീനിയർ ഡയറക്ടർ എന്നുള്ള പൊസിഷൻ അലങ്കരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഫിലി സാൻഡി മാഡത്തിന്റെ ആദ്യത്തെ ഡെമോ കാണിക്കാനായിട്ട് ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ്. വെൽക്കം. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഉൽപ്പന്നം സ്പിക്ക് ആൻഡ് സ്പാൻ ആണ്. സ്പിക്ക് ആൻഡ് സ്പാൻ കേൾക്കുന്നില്ലേ? ഹലോ, ക്ലിയർ ആണോ? സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നത് ഓരോ വീട്ടിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് പൈപ്പ് ഫിറ്റിംഗ്സ്, ബാത്റൂമിലെ പൈപ്പ് ഫിറ്റിംഗ്സ്, ഒപ്പം തന്നെ സിറാമിക് ടൈൽസ്, വാഷ് ബേസിനുകള്, ഒപ്പം നമുക്ക് ബക്കറ്റ്, മഗ് പോലുള്ള ഉൽപ്പന്നങ്ങള്,
എല്ലാം മൊത്തത്തിൽ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സഹായിക്കും. കമ്പനി ഇറക്കിയ പൈപ്പ് ഫിറ്റിംഗ്സ് ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മൾ പല പല ഉൽപ്പന്നങ്ങൾ ക്ലീൻ ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ബ്രാസിന്റെ ഒരു ഐറ്റം ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. കാരണം നേരത്തെ കാണിച്ചപ്പോൾ ഞാൻ സ്റ്റീൽ പൈപ്പ് ആയിരുന്നു കാണിച്ചത്, അതുകൊണ്ട് അത് മാറ്റിയെടുത്തതാണ്. ബ്രാസ് ഐറ്റംസും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലുള്ള അഴുക്ക് എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏകദേശം ഇവിടെ ആയിട്ട് ഈ സ്റ്റാറിന്റെ അടുത്തായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്പിക്ക് ആൻഡ് സ്പാൻ കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ കോട്ടണിലോ എടുക്കാവുന്നതാണ്. ഞാൻ കോട്ടണിലാണ് എടുത്തിരിക്കുന്നത്, കാരണം അഴുക്ക് വരുന്നത് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാറിന്റെ ആ വശം ഒന്ന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാണ്. ഞാൻ അധികം ബലമൊന്നും ഉപയോഗിക്കുന്നില്ല. വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കാണുന്നുണ്ട് മാഡം. നല്ല റിസൾട്ട് ആണ്, കാരണം ഡയറക്ട്ലി കാണുമ്പോൾ നന്നായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇത് കോട്ടണിലോ സ്പോഞ്ചിലോ ഇല്ലെങ്കിൽ കോട്ടൺ തുണിയിലോ എടുത്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ വാഷ് ബേസിനൊക്കെ പുത്തൻ പോലെ എന്തും നിലനിർത്താനായിട്ട് സാധിക്കും. വാഷ് ബേസിന്റെ അകത്തുള്ള ഒരു വെള്ളം പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ എപ്പോഴും ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും കളർ ഫെയ്ഡ് ആയിരിക്കണം. ഇതൊരു ഡെമോൺസ്ട്രേഷൻ പോലെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക, പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഡയറക്റ്റ് ഉപയോഗിച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ആവാതെ സൂക്ഷിക്കുക. എല്ലാവരുടെ സ്കിൻ ഒരുപോലെ ഇരിക്കില്ലല്ലോ, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു. കൺഗ്രാജുലേഷൻ മാഡം, വളരെ ഭംഗിയായിട്ടാണ് ഒരു സെക്കൻഡ് സ്റ്റാൻഡ് ഡെമോ കാണിച്ചത്. താങ്ക് യു വെരി മച്ച്. ഒരു അഭിനന്ദനം നേർന്നുകൊള്ളുന്നു. താങ്ക് യു മാം. അപ്പൊ ഏതായാലും അടുത്തൊരു ഡെമോയിലേക്ക് പോണതിന് മുന്നേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മളുടെ ഇപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ ആരെങ്കിലും ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാവരും നോക്കുമ്പോ ഏതോ സെൻറ്ററിൽ ഞാൻ രാത്രി എന്ന് പെട്ട പോലെ തോന്നുന്നുണ്ട്. കുറെ പേരുകൾ മാത്രം കാണുന്നുള്ളു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ജീവനോടെ വരുവാൻ, എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ ഓൺ ചെയ്ത് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹലോ, ആദ്യ ആൾക്കാരൊന്ന് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നെങ്കിൽ ഭംഗിയായിരിക്കും. കാരണം നിങ്ങളുടെ സുന്ദരമായ മുഖം എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇവിടെ മൊട്ടത്തലനായിട്ടുള്ള ഒരു ഭംഗിയില്ലാത്ത ഞാൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്. ഗ്ലാമറായിട്ടൊക്കെ ഒന്ന് ഇരുന്നേ. ഓക്കെ, കുറച്ച് പേര് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അങ്ങനെയുണ്ടെങ്കിൽ അടുത്തൊരു ഡെമോ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വടക്കേക്കര എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നല്ലൊരു ടീമിനെ നയിച്ചും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ബിനു സാറാണ്. ബിനു സാറിനെ സ്വാഗതം ചെയ്തു. വെൽക്കം സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്റെ പേര് ബിനു, പട്ടണ വീട്. എന്നോട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡെസോളിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. നമുക്കറിയാം, നമ്മള് ഡെസോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് നമുക്ക് മഷിക്കറ, ഷൂ പോളിഷ് കറ, ലിപ്റ്റിക്കിന്റെ കറ, അങ്ങനെയുള്ള നിരവധി കറകൾ നമ്മുടെ തുണിയിലാവുന്നുണ്ട്. ഈ കറകൾ കംപ്ലീറ്റ് കളയാനായിട്ട്, അതായത് അയൺ കണ്ടന്റ് അല്ലാത്ത കറകൾ കളയാനാണ് നമ്മൾ ഡെസോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കളയാൻ നോക്കാം.
ഡെസോള് മൾട്ടിപർപ്പസ് ക്ലീനറാണ്. നമുക്ക് ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളത്തിൽ 30 ml കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പ്രതലങ്ങളിലും ടൈല്, അങ്ങനെയുള്ള തറകൾ, ഭിത്തികൾ, അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗാഠത കൂടിയ ഉൽപ്പന്നമായതുകൊണ്ട് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഏകദേശം 6 മാസത്തോളം നമുക്ക് 500 ml കൊണ്ട് ഈ പറഞ്ഞ ടൈലും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റുള്ള വളരെ ലാഭകരമാണ്. പിന്നെ ചെറുനാരകത്തിന്റെ പൂവും വെളിച്ചെണ്ണ ഘടകങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കെമിക്കൽ ആക്ഷൻ ഇല്ല. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ എടുത്തു നോക്കാം നമുക്ക്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, കാണാം സാർ. കാണാം. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ബിനു സാർ. കൺഗ്രാജുലേഷൻ. വളരെ ഭംഗിയായിട്ട് തന്നെ കാണിച്ചു അല്ലെ. കയ്യിലായ ആ മഷിക്കറ, ആ ഡസോള് വരട്ടിയ തുണി വെച്ച് തുടച്ചതിന് ശേഷം അത് വെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ ആ തുണിയിലായ പോയി കിട്ടിയെന്നുള്ളതാണ്. ഓക്കെ, ധന്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ നിഷ മാഡമാണ്. നിഷ മാഡം നമ്മുടെ കൊച്ചി MLCയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന, ഏകദേശം ബാക്ക് സൈഡിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു നല്ലൊരു ഡെമോ ആയിട്ട് മാഡത്തെ വെൽക്കം മാം. നിഷ മാഡം, ഹലോ നിഷ മാം. സോറി, മ്യൂട്ടായിരുന്നു. കേക്കാവോ? കേക്കാവോ? കേൾക്കാം. മാഡത്തിന് കാണുന്നില്ല. കാണാമോ? കേൾക്കുന്നുണ്ട്, കാണുന്നില്ല. അതെ, ഇത് ഒരു കാണുന്നില്ല. വലിയ സംഭവം ആയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആൽക്കലൈൻ പിക്ചർ. ഇത് ചെയ്യുന്ന എന്താണെന്നാണ് 10 മിനിറ്റ് കൊണ്ടാണ് കാണിക്കേണ്ടത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ശരിക്കും നമ്മുടെ അസിഡിക്, നമ്മൾ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വെള്ളവും അസിഡിക് വാട്ടറാണ്. അപ്പൊ അതിനെ ആൽക്കലി ആക്കി മാറ്റുവാണ് നമ്മുടെ ഈ ആൽക്കലൈൻ പിക്ചർ ചെയ്യുന്നത്. അപ്പൊ ആൽക്കലി ആക്കി മാറ്റും എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് തെളിവ് വേണമല്ലോ, ആൽക്കലി ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. അപ്പൊ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മള് pH ഡ്രോപ്പ് ഉണ്ട്. നമുക്ക് മോഡിക്കെയറും തന്നെ ഡെമോ കിറ്റിൽ ലഭിക്കുന്നതാണ്. pH ഡ്രോപ്പില് pH വാല്യൂ 7 മുതൽ മുകളിലോട്ട് ആൽക്കലി വാട്ടർ ആണ്, അതിൽ താഴോട്ട് അസിഡിക് വാട്ടർ ആയിരിക്കും. അപ്പൊ അസിഡിക് വാട്ടറിന്റെ നിത്യമായ ഉപയോഗത്തിലൂടെ നമുക്ക് നമ്മുടെ മെറ്റബോളിസം തകരാറിലാവും. അതുപോലെ തന്നെ ദഹനത്തിന്റെ പ്രശ്നങ്ങള്, ഗ്യാസ്, പിന്നെ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ, എല്ല്, പല്ല് എല്ലാം തകരാറിലാവും. അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യം pH വാല്യൂ 7 മുകളിലോട്ടുള്ള ആൽക്കലി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബോഡിക്ക് എപ്പോഴും നല്ലത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ ആദ്യം ഡെമോ കാണിക്കുവാണ്. കാണാൻ പറ്റുന്നുണ്ടോ? വെള്ളത്തിന്റെ താഴെ ഭാഗം ആണോ? ഓക്കെ, ആൽക്കലി വാട്ടറാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചത്. ഇനി ഇത് നമ്മുടെ കടകളില് വാങ്ങിക്കാൻ കിട്ടുന്ന മിനറൽ വാട്ടറാണ്. ഇത് നമ്മള് തിളപ്പിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്ന തിളച്ച വെള്ളമാണ്. ഇതിങ്ങനെ ഓർഡറിൽ വെക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇത് തിളപ്പിക്കാത്ത സാധാരണ ടാപ്പ് വാട്ടറാണ്. ഞാൻ എല്ലാം നേരെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. എല്ലാം കാണാലോ അല്ലേ? കാണാവോ? കാണാവോ? pH ഡ്രോപ്പാണ് ഞാൻ ആദ്യം ഇടാൻ പോകുന്നത്.
ഇതെല്ലാത്തിന്റെ കളറ് ശ്രദ്ധിച്ചല്ല. എല്ലാത്തിന്റെ കളർ ശ്രദ്ധിച്ചോ? ഇതെല്ലാം തന്നെ ഒരെണ്ണം ടാപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ്. ഇത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ്. ഇത് മിനറൽ വാട്ടർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതെല്ലാം തന്നെ അസിഡിക് ആണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ മാത്രമാണ് ആൽക്കലീൻ മിക്സർ പറയുന്ന രീതിയിലുള്ള 7-2 ഏതാ കളർന്ന് കണ്ട 9-10ന്റെ ഇടയിലുള്ളതാണ്. എനിക്കിനി 71 ദിവസം കൂടി ഇത് ബാലൻസ് ഉള്ളൂ. ഞാൻ വാങ്ങിച്ചിട്ട് 1 മാസം ആവുന്നുണ്ട്. 3 മാസമാണ് ഇതിന്റെ കാലാവധി പറയുന്നത്. അപ്പൊ ഇത് ആൽക്കലി വാട്ടർ ആണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് മാറ്റുവാണ്. ആരെങ്കിലും ഒന്ന് പ്രതികരിച്ചേ. കാണുന്നുണ്ടോ? നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാം. നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഞാൻ പുറത്ത് പോകാം. അതുകൊണ്ടാണ്. ഇനി അടുത്തൊരു ഡെമോ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇത് ആന്റി ഓക്സിഡന്റ് കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ആന്റി ഓക്സിഡന്റ് വാട്ടർ കൂടി ആക്കുന്നുണ്ട്. അതുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആന്റി ഓക്സിഡേഷൻ ഏജന്റ് വർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ മഗ്നീഷ്യം ഈ ഫിൽറ്ററിനകത്തുണ്ട്. രണ്ടാമത് ഒഴിച്ചത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളമാണ്. ഇത് ഞാൻ വീട്ടിൽ തിളപ്പിച്ചിട്ട് പൂജയിൽ ഒഴിച്ചതാണ്. ഇത് ടാപ്പ് വാട്ടർ ആണ്. ആന്റി ഓക്സിഡന്റ് ഏജന്റിന് ORP ടെസ്റ്റ് ആണ്. അതായത് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതിനകത്ത് പിങ്ക് കളർ വരുന്നതായിരിക്കും ആന്റി ഓക്സിഡന്റ് ഏജന്റ് ഉള്ളത്. എല്ലാം കണക്കാം. എല്ലാ വെള്ളത്തിന്റെ കളർ കാണാവോ? എല്ലാം കണക്കാണ്. നമ്മുടെ ആൽക്കലൈൻ വാട്ടർ മാത്രമാണ് ആന്റി ഓക്സിഡന്റ് ഏജന്റ് ഉള്ളത്. ഫ്രീ റാഡിക്കൽസിന്റെ ഡാമേജിന് തടയാനായിട്ട് നമുക്ക് ആന്റി ഓക്സിഡേഷൻ ഏജന്റ് ആവശ്യമാണ്. അങ്ങനെയുള്ള ആന്റി ഓക്സിഡന്റിനെ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മുടെ ആൽക്കലൈൻ മിക്സർ വാട്ടർ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുക, ആരോഗ്യം മെച്ചപ്പെടുത്തുക. ഞാൻ എന്റെ ഡെമോ താങ്ക് യു നിഷ മാം. താങ്ക് യു. എല്ലാ കേൾക്കാൻ വയ്യായിരുന്നോ? വളരെ ഭംഗിയായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു. വളരെ ഭംഗിയായിട്ട് ചെയ്തു മാഡം. ഓക്കെ, താങ്ക് യു. അങ്ങനെ നമ്മുടെ അടുത്തൊരു ഡെമോ ആയിട്ട് വരുന്നത് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മറ്റാരുമല്ല, വടക്കേക്കര, അതായത് പട്ടണം എന്നുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നുള്ള നമ്മുടെ രാജീവ് സാറാണ്. രാജീവ് സാറിനെ വെൽക്കം ചെയ്തു. വെൽക്കം രാജീവ്. ഗുഡ് മോർണിംഗ് സാർ. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഫ്രീഡത്തിനെ പറ്റിയാണ്. അതായത് ഇന്ന് നമ്മൾ പല ഈ ന്യൂസ് പേപ്പറുകളിലൊക്കെ വളരെ ഇത് കാണാറുണ്ട്. ഓരോ പേപ്പർ കട്ടിങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പൊ അതൊന്നും എടുത്തില്ല ഞാൻ, കാരണം സമയം പ്രശ്നമാണ്. അപ്പൊ അതിലൊക്കെ കാണാറുണ്ട് ഈ സാനിറ്ററി നാപ്കിനുകളിലെല്ലാം ഈ പ്രശ്നം, അതായത് ക്യാൻസറിന് കാരണമാകുന്ന കീടങ്ങളും ബാക്ടീരിയകളും ഒക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും വായിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയതായിട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോ ഇതിന് മുൻകാലങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ കോട്ടൺ തുണികളാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കഴിഞ്ഞ് സാനിറ്ററി പാഡുകളെല്ലാം നമ്മുടെ വിപണിയിൽ വന്നപ്പോൾ നമ്മളുടെ ഇപ്പോഴുള്ള തലമുറക്കൊക്കെ അസുഖങ്ങൾ, അതായത് യൂറിനൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്.
പിന്നെ അണുബാധ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല സ്ത്രീകൾക്കും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഗർഭാശയ രോഗങ്ങളെല്ലാം വളരെ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഗർഭപാത്രം എടുത്ത് കളയല് അങ്ങനെയുള്ള അസുഖങ്ങളിലേക്ക് വരെ ഇത് ചെന്നെത്തുന്നുണ്ട്. അപ്പോ അതിന് ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ മോദി കെയർ ഫ്രീഡം നാപ്കിൻ ഇറക്കിയിരിക്കുന്നത്. സാനിറ്ററി പാഡിൽ ഫ്രീഡം എന്നുള്ളത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ഡെമോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. കാരണം ഞാനും ഇതിനെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് നമ്മുടെ മോദി കെയറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പാഡിനെ പറ്റി വളരെയധികം അറിവ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഞാൻ മറ്റുള്ള പാഡുകളൊന്നും എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. എൻ്റെ വീട്ടിൽ ഈ പാഡ് മാത്രം ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഡെമോ ഞാനിവിടെ കാണിക്കുന്നതാണ്. അപ്പൊ ഇന്ന് വിപണിയിൽ കിട്ടുന്ന മറ്റൊരു പാഡാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമ്മുടെ ഫ്രീഡം നാപ്കിൻ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് കാണാവുന്നതാണ്. നമ്മൾ ആദ്യം ഈ കവർ പൊട്ടിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ കവറ് അലൂമിനിയം ഫോയിലാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മറ്റത് വെറും പ്ലാസ്റ്റിക് ആണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും, പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റേ പാഡ് നമ്മൾ സാധാരണ വിപണിയിൽ കിട്ടുന്ന പ്രമുഖമായ പാഡ് ഒരിക്കൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കത് അടച്ചു വെക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ പാഡ് അലുമിനിയം ഫോയില് ഒരു വശം പൊട്ടിച്ച് നമുക്ക് ഒരു പാഡ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് അടച്ചു വെക്കാവുന്നതാണ്. ഇതിപ്പോ കുറെ അതിന്റെ പേരിൽ അത് പറ്റുന്ന ഇങ്ങനെ അടച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ വിപണിയിൽ കിട്ടുന്ന മറ്റേ പാഡ് എടുക്കുന്നു. ഈ രണ്ട് പാഡ് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ പാഡ് വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത് കോട്ടൺ കൊണ്ട് ആവൃതമായിട്ടുള്ള ഒരു കോട്ടണാണ് നമ്മുടെ പാഡ് സൂക്ഷിച്ചിരിക്കുന്നത്. അത് കവറിലാക്കി ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. കവർ പോലും ഇതാ വെറും കോട്ടനാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ രണ്ട് പാഡും ഞാനിവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള വ്യത്യാസം നമ്മുടെ ഫ്രീഡം എന്ന പാഡില് എനിയസ്ട്രോപ്പ് സ്ട്രിപ്പ് എന്നുള്ള ഒരു ഇറക്കുമതി ചെയ്ത ഒരു സ്ട്രിപ്പ് ഇതുമേ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് 10 മണിക്കൂർ വരെ ബാക്ടീരിയ ഫോം ചെയ്യാതിരിക്കുന്നതിൽ ഈ പാഡിൽ സംരക്ഷിക്കുന്നു. നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ ഇതിലും വലിയൊരു എനിയോസ്ട്രിപ്പ് ഉണ്ട്. പക്ഷെ അത് അവര് കളർ ചെയ്ത് വരച്ചു വെച്ചിരിക്കുന്നത് ഒരു ചിത്രകാരന്റെ ചിത്രവിരുതാണെന്നേ ഉള്ളൂ. നമ്മളുടേത് ഒറിജിനലുണ്ട്, അവരത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. രണ്ടും കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിനെന്തോരം കപ്പാസിറ്റി, അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ 50 ml വെള്ളം ഞാൻ രണ്ടിലും ഒഴിക്കാൻ പോവുകയാണ്. അപ്പോ രണ്ടിലും ഞാൻ 50 ml വെള്ളം വീതം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ചരിക്കുകയാണ്. രണ്ട് പാടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒന്നമർത്തുമ്പോൾ തന്നെ വെള്ളം വരുന്നത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്റെ കയ്യിൽ വെള്ളമായി. അപ്പൊ ഞാൻ അത് തുടച്ച് കളഞ്ഞിട്ട് അടുത്ത പാഡ് കാണിച്ചു തരാം. നമ്മളുടെ പാഡ് ഇത് നോക്കൂ. എന്റെ കയ്യിൽ ഇത് അമർത്തിയിട്ട് പോലും ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ നിന്ന് പോരുന്നില്ല. എന്റെ കൈ നനഞ്ഞിട്ടുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് തമ്മിൽ വ്യത്യാസം. എന്റെ ടേബിൾ മൊത്തം ചീത്തയായി. നമ്മുടെ
വിപണിയിലെ പ്രമുഖമായ പാഡിൽ നിന്നുള്ള വെള്ളം കൊണ്ട് എന്റെ ടേബിൾ ചീത്തയായി. അപ്പൊ ഇത് 50 ml വെള്ളം അത് ഈ വിപണിയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പാഡിൽ നിന്ന് അത് നമുക്ക് ആ ഗുണം ലഭിക്കുന്നില്ല. നമ്മുടെ പാഡ് ഇപ്പോഴും ഒരനക്കമില്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾക്ക് ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിലുള്ളത് എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. നമ്മുടെ എല്ലാം ശരിക്ക് കീറെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാം കോട്ടനാണ്. അപ്പൊ അത് നമുക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും, വെറുതെ കോട്ടൺ ആണ് നമ്മുടെ. ഇതിലൊരു പ്ലാസ്റ്റിക് മയമോ ഒന്നുമില്ല. ഇതെല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഇനി സ്റ്റെപ്പ് ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ 10 മണിക്കൂറോളം ബാക്ടീരിയ ഫോം ചെയ്യാതെ സൂക്ഷിക്കുന്നതാണ്. ഒരു പാഡിൽ 10 മണിക്കൂറോളം നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഓരോ സ്ത്രീകള് കഴിച്ചു കൂട്ടുന്നത് ഓരോ ദിവസം. കാരണം ഈ ടെക്സ്റ്റൈൽസിലും മറ്റും പോകുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് രാവിലെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ട് നടക്കുകയുള്ളൂ. നമുക്ക് 10 മണിക്കൂറോളം ഇത് സുരക്ഷിതമായിട്ടുള്ള ഒരു കവചമായിട്ട്, സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം നൽകുന്ന ഒരു കവചമായിട്ട് ഈ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ നേരത്തെ എടുത്തതും നമ്മളുടെ കോട്ടൺ. അടുത്തത് നമ്മുടെ ഈ ജെല്ലി. ഞാനേ ഒരു പാത്രത്തിൽ രണ്ടിലും വെള്ളം എടുത്ത് വെക്കട്ടെ. 50 നിലകൊണ്ട അപ്പൊ ഞാൻ 2 പാത്രത്തില് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ പാടിൽ നിന്നുള്ള ഈ ജെല്ലി, നമ്മുടെ ഈ ജെല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മരത്തിന്റെ കറയിൽ നിന്ന് എടുക്കുന്ന ജെല്ലാണ്. ഇത് ശരിക്ക് ഭക്ഷണയോഗ്യം കൂടിയാണ്. നമ്മുടെ ഡെമോസ് കാണിക്കുമ്പോൾ ഇത് ഭക്ഷിച്ച് കാണിക്കാറുണ്ട്. അപ്പൊ അത് പിടിപ്പിച്ചിരിക്കുന്ന കോട്ടൺ തുണി പോലും നമുക്ക് വിട്ടെടുക്കാൻ പറ്റുന്നില്ല, കോട്ടൺ അതിന്റെ വല്ല. അത് ഞാൻ ഇതിൽ ഇടുന്നുണ്ട്. അപ്പൊ ഇത് മുഴുവൻ എടുത്തിട്ടില്ല, ഉള്ളത് കിട്ടുന്ന എടുത്തിട്ടുണ്ട്. ഇതില് ഒരു സ്റ്റെപ്പും ഇല്ല, വെറുതെ ചിത്രം വരച്ച് വെച്ചേക്കാണ്. അതെ, അടുത്തതും ശരിക്ക് പ്ലാസ്റ്റിക് ആണിത്. ഇപ്പൊ നമ്മുടെ വിപണിയിൽ കിട്ടുന്ന പാഡ് വെറും പ്ലാസ്റ്റിക് ആണ്. ഇതിലുള്ളതാണ് പിന്നെ കോട്ടൺ എന്ന് പറയാവുന്നത്. ജെല്ലൊന്നും ഇതിലില്ല, വെറും കോട്ടൺ വേസ്റ്റ് വെച്ച് റെഡിയാക്കി ഇരിക്കുന്നതാണ്. അപ്പൊ അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. വെള്ളം എന്തോരം വലിക്കുമെന്ന് നമുക്ക് നോക്കണമല്ലോ. അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കിറ്റാണ്, പ്ലാസ്റ്റിക് കിറ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന. അടുത്ത അവസാനത്തേത് നമ്മളുടേത് വീണ്ടും നമുക്കെടുത്ത് ഞാൻ കാണിച്ചു തരാം. എല്ലാം
നമ്മുടെ കൊട്ടനാണ്. ഇത് കീറി എടുക്കാവുന്നതാണ്. നമ്മൾ പ്രകൃതിക്കോ മനുഷ്യനോ ആർക്കും ഒരു ദോഷവുമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഈ ഇതിലുള്ളത്. അപ്പൊ നമ്മളുടെ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഇതിൽ വീണ്ടും ഞാൻ കുറച്ച് വെള്ളം രണ്ടിലും തുല്യ അളവിലാണ് എടുത്തിരുന്നത്. നമ്മുടെ ഫ്രീഡമിലെ ഞാൻ കമത്തി കാണിക്കാം. ആ വെള്ളമൊക്കെ അത് വലിച്ചെടുത്തു. ആദ്യം ഉപയോഗിച്ചിരുന്ന നമ്മുടെ വിപണിയിലെ പ്രമുഖ ബ്രാൻഡിലുള്ള പാഡിന്റെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ ഞാൻ നിങ്ങൾ കണ്ടിരിക്കും അതിൽ നിന്ന് ഒഴുകി പോകുന്നത്. രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചു. ആ വെള്ളം അനങ്ങാതെ ഇരിക്കുകയാണ്. അതിനപ്പോ 50 ml പോലും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ആ വെള്ളം, അതിലുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ആ വെള്ളവും നമ്മളുടെ പാട് വലിച്ചെടുത്തു. അത് വീർത്ത് വീർത്ത് കുപ്പിക്ക് ഇടമില്ല. വീണ്ടും ഞാൻ കാണിക്കുന്നു. ചരിച്ച് ആ വെള്ളവും വലിച്ചെടുത്തു. ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് പോരുന്നില്ല. വീണ്ടും അത് വലിച്ചെടുത്തു. അതായത് ഇതിലെ രീതി എന്ന് പറയുന്നെങ്കിൽ അരിവെന്ത് ചോറാകുന്ന ഒരു ടെക്നോളജിയാണിത്. അരിവെന്ത് കഴിഞ്ഞാൽ ആ ചോറിൽ നിന്ന് ഒരിക്കലും വെള്ളം തിരിച്ചു വരാത്ത പോലെ നമ്മളുടെ പാട് വലിച്ചെടുത്ത വെള്ളം ഒരിക്കലും തിരിച്ചു വിടില്ല. ഇനി ഇതിൽ വെള്ളം ഒഴിക്കാൻ പറ്റും. കുപ്പി ഇത്തിരി ചെറുതായി പോയതിന്റെ പേരിലാണ് ഇനി ഒഴിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതിന്റെ ഡെമോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് പാഡാണ് നല്ലതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഫ്രീഡം പാഡിന് നമ്മളെല്ലാവരും നന്ദി പറയുന്നു. എന്റെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് വീണ്ടും ഞാൻ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് വാങ്ങിച്ച്. അപ്പൊ എല്ലാവർക്കും, എനിക്ക് എന്നെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. വളരെ നല്ല ഡെമോയായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് നമ്മളുടെ ഈ പാഡ്, അല്ലെ? അതിന്റെ ഡെമോ വളരെ ഭംഗിയായിട്ട് കാണിച്ച രാജീവ് സാറിനെ ഒത്തിരി നന്ദി പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ എന്തുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ഡെമോയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു പറവൂരിൽ തന്നെയുള്ള ഒരു സിനി മാഡമാണ്. സിനി മാഡം വളരെ ഭംഗിയായിട്ട് ബിസിനസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. സിനി മാഡത്തെ ക്ഷണിച്ചോളുന്നു. വെൽക്കം സിനി മാഡം. ഹലോ സിനി മാം. സിനി സജീവ് ഹലോ മാം ഇല്ല ഇവിടെ? ഹലോ ഹലോ. നമസ്കാരം സാർ. ഓക്കെ, വെൽക്കം. നമസ്കാരം. നമസ്കാരം സാർ. എന്റെ പേര് സിനി, പറവൂരാണ് വീട്. ഞങ്ങളിപ്പോ മൂതിക്കേറിൽ വന്നിട്ട് കുറച്ചാളായി ആക്റ്റീവായിട്ടൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് സ്റ്റെറിക്ലീനെ കുറിച്ചുള്ള ഡെമോ ആണ്. നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളും നമ്മുടെ ഉൽപ്പന്നങ്ങളും തമ്മിലുള്ള വ്യത്യാസം ആണ് ഞാൻ കാണിക്കാൻ പോണത്. ഞാൻ ഉജാല എടുക്കാണ്. ഞാൻ ഇതിനകത്തോട്ട് പകർത്തിയാണ് പകുതി. നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന അണുനാശിനി എന്ന് നമുക്ക് തരുന്ന ലൈസോളാണ്. ഇനി നമ്മുടെ ഉൽപ്പന്നമായ സ്റ്റെറിക്ലീനർ ഇതിനകത്ത് വയ്ക്കുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വ്യത്യാസം. ഇതിന്റെ നിറം ലൈസോടെ നിറമേ കാണും. ഹലോ ഹലോ ഉജാലക്ക് കളർ വരുന്നത് സാധാരണ ശരി സാർ, ഇവിടെ നിർത്തുന്നു. ഇതിലൂടെ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
പ്രൊഡക്റ്റ് വെച്ച് ഓക്കെ. താങ്ക് യു മാഡം. താങ്ക് യു. കൺഗ്രാജുലേഷൻ. അങ്ങനെയുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡായ സജീവ് സാർ തന്നെയാണ്. വെൽക്കം സാർ. വെൽക്കം സജീവ് സാർ. വെൽക്കം. ഓക്കെ സാർ. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നവും നമ്മുടെ ഉൽപ്പന്നമായ സോപ്പ് വാഷ്, അതായത് വൈറ്റ് പേളും നിലവിലെ മാർക്കറ്റിൽ കിട്ടുന്ന ഡോവ് സോപ്പും തമ്മിലുള്ള ഇത് താരതമ്യം ചെയ്ത് വ്യത്യാസം ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 3 in 1, അതായത് 3 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നമാണ്. അതായത് നമ്മുടെ മോയിസ്ചറൈസിങ്, അതായത് ഈർപ്പം നിലനിർത്തുന്നു, പിന്നെ മൃദുത്വം നിലനിർത്തുന്നു, അങ്ങനെയുള്ള കുറച്ച് അങ്ങനെ ദുർഗന്ധം, നമ്മുടെ വിയർപ്പ് നാറ്റം, ഇതൊക്കെ അകറ്റുന്ന ഒരു സോപ്പാണ് നമ്മുടെ ഈ വൈറ്റ് പേൾ സോപ്പ്. അതിന്റെ വ്യത്യാസം ഞാൻ കാണിക്കുക. അപ്പൊ ഇതിന്റെ ഡെമോ കാണിക്കാനായിട്ട് ബെറ്റാഡിൻ, നിലവിലെ ഈ ഏതൊരു ഉൽപ്പന്നം കളർ ചേർക്കുന്നത് ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ നശിപ്പിക്കുന്ന ഉൽപ്പന്നമാണെന്നും പറഞ്ഞാണ് നമുക്ക് ഒരേ ഉൽപ്പന്നം നിലവിലെ മാർക്കറ്റിൽ കിട്ടുന്നത്. ആ വ്യത്യാസം കാണിക്കാം. ഇതിപ്പോ ബെറ്റാഡിന് കളർ കൊടുക്കുന്ന ഉൽപ്പന്ന ബാക്ടീരിയയുടെ പേര് ഇത് നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന നമ്മുടെ ഡോവ് സോപ്പ് ഒരു ടിന്നിലിട്ട്, നമ്മുടെ വൈറ്റ് പേൾ സോപ്പ്. ശരിക്കും നടക്കാമല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഉൽപ്പന്ന സോപ്പ്, നമ്മുടെ വൈറ്റ് പേൾ സോപ്പ് ഇട്ടതിന്റെ കളർ ചേഞ്ച് നമുക്ക് വെള്ളം നല്ല ക്ലിയർ ആയി കിട്ടും. അതേസമയം നമ്മുടെ ഡോ സോപ്പ് ഇട്ട വെള്ളം അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കണം. ഇത്രയും വ്യത്യാസം നമുക്ക് നമ്മുടെ നിലവിലെ മാർക്കറ്റിലും നമ്മുടെ ഉൽപ്പന്നം തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. 100% ഗ്യാരണ്ടി കമ്പനി തരുന്നു. ഓക്കെ സാർ. എല്ലാവരും കണ്ടിരിക്കുന്നു? കാണാൻ പറ്റുന്നില്ല, കുറച്ച് കാണുന്നില്ല, കുറച്ച് ബാക്കോട്ട് ഇറക്കി വെക്കും. ഒന്ന് പതുക്കൊന്ന് ഉയർത്തി കാണിച്ചേ. നമ്മുടെ വൈറ്റ് പേള് ഇട്ട് ഇത് ഡോ സോപ്പ്. ഓക്കെ സൂപ്പർ ഡെമോ. താങ്ക് യു. അഭിനന്ദനങ്ങൾ. വളരെ ഭംഗിയായിട്ട് കാണിച്ചു. താങ്ക് യു. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഡെമോ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് സന്ധ്യ മാഡം വൈപ്പിൽ താമസിക്കുന്ന നേരത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം സന്ധ്യമ്മ. ഹലോ സന്ധ്യമ്മ. സന്ധ്യമ്മ സൂമിലുണ്ടല്ലോ അല്ലെ?
ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? മുമ്പിലേക്ക് വരുന്നത് ആരെ വിളിച്ചേ? ട്രീസാമാഡത്തിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം വെൽക്കം ട്രീസാമ. ഹലോ, ട്രീസാമാഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. വെൽക്കം ട്രീസാമ. ഗുഡ് മോർണിംഗ് കെയർ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കാവോ? ഹലോ, എന്റെ പേര് ട്രീസ. ഞാനിവിടെ എറണാകുളത്തെ ഗിരിനഗറിൽ താമസിക്കുന്നു. അംബികാപുരം പള്ളി എന്റെ ഇടവക ദേവാലയത്തിൽ ഞാൻ ജോലി ചെയ്യുന്നു. പാർട്ട് ടൈം ആയിട്ട് ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കുട്ടി ഡോക്ടർ എന്ന് പറയുന്ന നമ്മൾക്ക് ഏറ്റവും വീടുകളിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു നല്ല മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ടീ ട്രീ ഓയിൽ. എസൻഷ്യൽ വരുന്ന ഇൻസ്റ്റന്റ് ടീ ട്രീ ഓയിൽ കാണാമെന്ന് തോന്നുന്നു. കാണാവോ? കുട്ടി ഡോക്ടർ കുഞ്ഞാണ്. നമ്മളുടെ പ്രൊഡക്റ്റിൽ വെച്ച് ഏറ്റവും ചെറുതെന്ന് വിശേഷിപ്പിക്കാവുന്ന അത്ഭുതകരമായിട്ടുള്ള മാജിക്കൽ പ്രൊഡക്റ്റ് ആണിത്. ആ ടീ ട്രീ ഓയിൽ ടീ ട്രീ എന്ന ആ ഒരു മരത്തിൽ നിന്നും എടുക്കുന്ന ഒരു സവിശേഷതയാർന്ന ഉൽപ്പന്നമാണ്. ഇത് നമുക്ക് ചുമ, ജലദോഷം, കഫക്കെട്ട്, അതുപോലെ തന്നെ കുരുക്കള്, അലർജി, പിന്നെ നമ്മളുടെ ബാക്ടീരിയ ഇൻഫെക്ട്സ്. എനിക്ക് ഇത്തിരി തൊണ്ടയ്ക്ക് ഇതുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് ക്ലിയർ അല്ലാത്തത്. ചുവന്ന മുഖക്കുരുക്കൾ, പിന്നെ കാലിലെ വളം കടി, അങ്ങനെയുള്ള അലർജി ആയിട്ടുള്ള ബാക്ടീരിയനെയൊക്കെ അകറ്റി നിർത്താവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണമുള്ള ഒരു ഓയിലാണ് ടീ ട്രീ ഓയിൽ. ഞാൻ അതിന്റെ ഒരു ഡെമോയിലൂടെ നിങ്ങളെ ഞാനത് കാണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പല അസുഖങ്ങളും, അതായത് ചുമ, ജലദോഷം, കഫക്കെട്ട് മുതലായവ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ബാം പുരട്ടി ആശ്വാസം കണ്ടെത്തുന്നവരാണ്. ഭൂരിഭാഗം പേരും കഴുത്തിലും എല്ലായിടത്തും ഒക്കെ പുരട്ടി പിന്നെ ആവി പിടിച്ച് അങ്ങനെയൊക്കെ ആശ്വാസം കണ്ടെത്തുന്നവരാണ്. എന്നാൽ നമ്മുടെ ഈ ടീ ട്രീ ഓയിൽ ഉപയോഗിച്ചാൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് ഈ ഡെമോയിലൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഞാൻ അതിനായിട്ട് ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ബലൂണിന്റെ ഒരു വശത്ത് ഞാൻ നമ്മുടെ ഉൽപ്പന്നമായിട്ടുള്ള വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ബാം, അത് നമ്മൾ ആശ്വാസത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു ഉൽപ്പന്നമാണ്, മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്നത്. അത് ഞാനിവിടെ പുരട്ടുന്നു. അപ്പൊ നമുക്ക് ജലദോഷം വന്നു, ചുമ വന്നു, കഫക്കെട്ട് വന്നു, തലവേദന വന്നു, നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. എന്നാൽ ഞാൻ ഈ ബലൂണിന്റെ മറുവശത്ത് നമ്മുടെ വണ്ടർഫുൾ മാജിക് ആയിട്ടുള്ള ടീ ട്രീ ഓയിൽ ഞാൻ അല്പം ഒഴിക്കുക. പൊട്ടി അല്ലേ? അപ്പൊ പൊട്ടിയപ്പോ ബോംബ് പൊട്ടണ പോലെയുള്ള സ്വരത്തോടു കൂടി പൊട്ടി. അതിനർത്ഥം നമ്മുടെ ടീ ട്രീ ഓയിൽ ആഴത്തിലേക്ക് ചെന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങി എന്നർത്ഥം. അപ്പൊ നമ്മളുടെ ഈ സ്കിന്നിലൊക്കെ ഈ ബാമൊക്കെ പുരട്ടുമ്പോൾ നമ്മൾ അതിന്റെ ഇത് ഉള്ളിലേക്ക് വ്യാപിക്കുന്നില്ല. എന്നാൽ അത് ഉള്ളിലേക്ക് വ്യാപിച്ച് നമുക്ക് രോഗശമനം നേടിത്തരുന്നു. പല ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാം. കുളിക്കാൻ ഉപയോഗിക്കാം, 2-3 തുള്ളിയിട്ട് ആവി പിടിക്കാൻ ഉപയോഗിക്കാം. തലവേദന വന്നാൽ പുരട്ടാം. അതുപോലെ കഴുത്തിൽ പെടലിക്കൊക്കെ എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്പം അപ്ലൈ ചെയ്യാം. പിന്നെ കാലിലെ വളങ്കടി, ആണി രോഗം മുതലും മാറുന്നുണ്ട്. അപ്പൊ വല്ല ഇഴജന്തുക്കളൊക്കെ എന്ന് വെച്ചാൽ ഈ വിഷമുള്ള ജീവികളൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ടീ ട്രീ ഓയിൽ ഉപയോഗിച്ച് നമ്മൾക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. താങ്ക് യു ട്രിസ മാഡം, വളരെ ഭംഗിയായിട്ട് കാണിച്ചു സംസാരിച്ചെല്ലാം. ഓക്കെ, അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരെല്ലാരും ഡെമോ കാണിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ഡെമോ കാണിക്കണം. ഞാനൊരു ഡെമോ കാണിക്കാൻ പോകുന്നത്. എന്താ ഞാൻ കാണിക്കുന്നത്? വണ്ടർ ഡ്രോപ്പിന്റെ ഡെമോ ആണ്.
നമ്മുടെ ഉൽപ്പന്നങ്ങൾ പലരും പറയാറുണ്ട് ഉൽപ്പന്നത്തിന് അല്ലെ, നമ്മുടെ മോഡിക്കർ ഉൽപ്പന്നത്തിന് വില കൂടുതലാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് വെറും 230 രൂപയുള്ള 1/2 ലിറ്റർ. അപ്പോ സ്വാഭാവികമായിട്ടും പുറമേയുള്ള ആൾക്കാർ അതിനെപ്പറ്റി പറയും അല്ലെ, കടകളിൽ കിട്ടുന്ന 1 ലിറ്ററിന് അല്ലെ, കടകളിൽ കിട്ടുന്ന പാത്രങ്ങളിലാണ് 1 ലിറ്റർ ചിലപ്പോ 70 രൂപ ആവുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം വിലയെന്നും ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും ലാഭകരമായിട്ട് തോന്നുന്നത്. കാരണം ഇതിന്റെ 2 മൂടി എടുത്താൽ മതി, 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രം കഴുകാൻ ഉപയോഗിക്കാം. ആ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഇത് ഏകദേശം ഒരു 25 ലിറ്റർ ബോട്ടിലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ 2 മൂടി വീതം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാക്കാം. എങ്കിലും ആ രീതിയിലാണെങ്കിൽ അതിനൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സാധാരണ കടകളിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് 1 ലിറ്ററിന് 70 രൂപയാണെങ്കിൽ ഒരു 25 ബോട്ടിൽ മേടിക്കുമ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ചിന്തിച്ചാൽ മതി അല്ലെ. 12,000 രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ 25 ലിറ്റർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വെറും 230 രൂപ മതി. ഇത് തെളിവ് സാധനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതിൽ നിന്ന് എന്താ പറഞ്ഞത്, വീഡിയോ കാണാൻ പറ്റണില്ല. ഇത് കണ്ടായിരുന്നില്ലേ? അത് ട്രീസ മാം ഓഫ് ചെയ്തിട്ടില്ല, വീഡിയോ ട്രീസ മാം ഓഫ് ചെയ്തിട്ടില്ല. എന്നെ കാണുന്നില്ല. ഇല്ല, ഇപ്പൊ കാണുന്നുണ്ടോ? ട്രീസ മാം ഓഫ് ചെയ്തിട്ടില്ല വീഡിയോ. എന്നെ കാണുന്നുണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല സാർ, കാണുന്നില്ല. കാണാനില്ല. ഇപ്പോഴില്ല. വീഡിയോ ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. വീഡിയോ കാണുന്നില്ല. കാണുന്നില്ല. അല്ല, എന്നെ ഹലോ, നെൽസണി ലീലാമ്മ ചേച്ചിയുടെ കാണുന്നത്. ടീസ മാഡത്തിനെ കാണുന്ന ടീസ മാഡത്തിനെ കാണുന്നു, സാറിനെ കാണുന്നില്ല. ലീലാമ്മ ചേച്ചിയുടെ അടുത്താ ജോലി ചേട്ടന്റെ ഒന്ന് വീഡിയോ ഓഫ് ചെയ്യൂ ട്രീസ മാം. ടീസ മാഡത്തെ കാണുന്നു, സാറിനെ കാണുന്നില്ല. കേക്കാണ്ട് സജീവ സാറിന്റെ മുമ്പിൽ കാണുന്നത്. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ടീസ മാഡം വീഡിയോ ഓഫ് ആക്കണം. ടീസ മാഡം വീഡിയോ ഓഫ് ആക്കിയാൽ ക്ലിയർ ആവും. അപ്പൊ ക്ലിയർ ആയി. ഓക്കെ സാർ, ഓക്കെ കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ വണ്ടർ ഡ്രോപ്പിനെ കുറിച്ച് സൗണ്ട് പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ടാ? ഇതെന്റെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളം, ഒരു 1/2 ലിറ്റർ 1/2 ബോട്ടിൽ വെള്ളമുണ്ട്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കാണിക്കാം. എന്താ സാധാരണ വെള്ളമാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വണ്ടർ ഡ്രോപ്പിൽ നിന്ന് ഒരു തുള്ളി ഇതിലേക്ക് ഇടാൻ പോവുകയാണ് ചെയ്യുന്നത്. ഒന്ന് എടുക്കട്ടെ. ഈ വണ്ടർ ഡ്രോപ്പിൽ നിന്ന് ഒരു തുള്ളി ഇപ്പൊ ഇതിലേക്ക് ഇടണേ. തുള്ളി ഞാൻ ഇട്ടിട്ടാ. ഇപ്പൊ നോക്കിയേ, ഇതെന്താ ഒറ്റ തുള്ളി ഞാൻ ഇട്ടുള്ളൂ. എന്തോരം പതയം ഫോം ചെയ്ത് വെക്കണം നോക്കി. കണ്ടില്ലേ? കാണുന്നുണ്ടല്ലോ അല്ലെ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. കോൺസെൻട്രേറ്റഡാ, സത്താണ്. വളരെ കുറച്ചെടുത്താൽ മതി നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സാമ്പത്തികമായിട്ട് ഒത്തിരി ലാഭകരമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരു കാരണവശാലും മോഡിക്കറിന്റെ ഉൽപ്പന്നങ്ങള് വില കൂടുതലല്ല. അത് പ്രത്യക്ഷത്തിൽ മാത്രം വില കൂടുതലായിട്ട് വരുള്ളൂ. പക്ഷെ ഉപയോഗത്തിൽ ഭയങ്കര ലാഭമാണ്. ഏതായാലും സമയം ഒത്തിരി അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ ഒത്തിരി ഡെമോസ് നിങ്ങളിപ്പോ കണ്ടായിരുന്നു അല്ലെ? ഇത് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങളിത് കാണിക്കണം. മറ്റുള്ളവരെ, നിങ്ങളുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കാണിക്കാൻ തയ്യാറാണ്. ഡെയിലി കാണിക്കണം, ഡെയിലി ഡെമോ ചെയ്യണം. നിങ്ങൾ
ഓരോ വീടുകളിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീടുകളിലേക്ക് സന്ദേശിച്ചത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ വരും. ഒത്തിരി ജോലികൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ മേന്മ കാണിച്ചു കൊടുക്കുക. അതിനിവിടെ വേണ്ടത്രല്ല നമുക്ക് ഇത് ആളുകളിലേക്ക് മിങ്കിളിങ് ചെയ്യാനുള്ളൊരു മൈൻഡ് നിൽക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ആളുകളോട് പെരുമാറാനുള്ളൊരു കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത് നല്ല രീതിയിൽ. അതായത് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണം. നിങ്ങളുടെ ഇത് കൂട്ടുകാരുടെ ഇടയിലേക്ക് ചില ആളുകൾ കടന്നു വരുമ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അയാളെത്തിപ്പോയി അല്ലെ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാൻ നിൽക്കണമെന്ന് വെച്ചാൽ ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ നിൽക്കുമ്പോ ഇന്നാളില്ലെങ്കിൽ ഇന്നാളുണ്ടെങ്കിലും അടിപൊളിയായിരിക്കും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ ചില ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാകാറുണ്ട്. അതേ സമയത്ത് ചില ആൾ വരുന്നതിന് പകരം പോകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. പോയി പിശാച് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ശരിയല്ലേ? ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾ ആൾക്കാരെ എങ്ങനെയാണ് അംഗീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ശ്രമിക്കേണ്ടത്. അതിന് ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞാണ്. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നിങ്ങൾ കുറച്ച് പഞ്ഞി ഇടണമെന്ന് കരുതിക്കോ, എന്ത് സംഭവിക്കും? ആ പഞ്ഞി അല്ലെ, ആ വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുക്കും. ചില മനുഷ്യരെങ്ങനെ എന്ത് കിട്ടിയാലും ഊറ്റും അല്ലെ, മറ്റുള്ളവരെ ഊറ്റണ ഒരു സ്വഭാവം ഉണ്ടാകാറുണ്ട് ചില ആൾക്കാരുടെ. ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പുറമേയുള്ള ആൾക്കാരെ. നിങ്ങളെല്ലാം ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതേ സമയത്ത് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് പഞ്ഞിക്ക് പകരം പൊടിമണ്ണ് ഇടുന്നതെന്ന് കരുതിക്കോ. പൊടിമണ്ണ് ഇട്ടാൽ എന്ത് സംഭവിക്കും? പൊടിമണ്ണ് ഇട്ട് കഴിഞ്ഞാൽ അത് മൊത്തം ചിലപ്പോൾ കലങ്ങിപ്പോകും. ചില ആൾക്കാരുടെ മൈൻഡ് എങ്ങനെ ഇരിക്കുമല്ലോ, എവിടെ ചെന്നാലും എന്ത് പരിപാടി അങ്ങോട്ട് കലക്കുക അല്ലെ, അങ്ങനത്തെ ചിന്താഗതിയായിരിക്കും. അതേ സമയത്ത് നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിന് പകരം പെബിൾസ് ഇടുന്നതെന്ന് വെച്ചോ, അതായത് വെള്ളാരം കല്ലിന്ന് വെച്ചോ, എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാൻ പാടില്ല അല്ലെ. ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ, ഒന്നും സംഭവിക്കില്ല. അത് ചില ആൾക്കാരുണ്ട്, നമ്മൾ ചിലപ്പോൾ മോഡിക്കലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ആൾക്കാർ, നിങ്ങൾ കൊണ്ടുവന്ന് കൈ പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതായത് എത്ര ഡെമോ കാണിച്ചാലും എത്ര കാര്യങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അവരൊന്നും ചെയ്യണമെന്നില്ല. അവർക്കൊണ്ട് പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യാനും പോണില്ല അല്ലെ, ചിലർ അങ്ങനെയായിരിക്കും. അതേ സമയത്ത് ഈ പറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇടണമെന്ന് കരുതിക്കോ, എന്ത് സംഭവിക്കും? അത് ആ വെള്ളം കംപ്ലീറ്റ് അല്ലെ വളരെ സ്വാദുള്ളതായിട്ട് മാറും എന്നുള്ള, അതിലേക്ക് അലിഞ്ഞു വരും. ആ പഞ്ചസാര അതിലേക്ക് അലിഞ്ഞു വരും. അപ്പൊ എന്ത് സംഭവിക്കും? അത് മൊത്തം നല്ല വളരെ സ്വീറ്റനായിട്ട് മാറും എന്നുള്ള, ശരിയല്ലേ? നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ഇരിക്കണം. എങ്ങനെ? നിങ്ങൾ അവിടെ അംഗീകരിക്കണം എവിടെ ചെന്നാലും. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയോടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ബിസിനസ്സിൽ പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിന് അവരിലേക്ക് അലിഞ്ഞു ചേരാൻ പറ്റിയൊരു എളുപ്പ വഴിയാണ് ഡെമോ കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അല്ലെ, നാളെ മുതൽ ഡെമോ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഒരു ഡെമോ എങ്കിലും റെഡിയാണോ? ഹലോ, ഒരു ഡെമോ എങ്കിലും ചെയ്യാൻ തയ്യാറാണോ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ? അത് ഡെയിലി ചെയ്യണം. ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ജോളി സിൽവർ സാറിനെ ക്ഷണിക്കേണ്ട സമയമായി. ഇതിന്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളും കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ജോളി സിൽവർ സാറെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു നെൽസൺ സാർ. അപ്പൊ ഞാൻ 3 മിനിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, 8:57 അപ്പോ വളരെ നല്ല ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ഇപ്പൊ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യം കാണിച്ച് ഒരുപാട് എഫർട്ട് എടുത്ത് പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതിനോടൊപ്പം ഇത്തരത്തിലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ടും ഇനിഷ്യേറ്റീവ് എടുത്ത നെൽസൺ സാറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതിനോടൊപ്പം പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഇതേമാതിരി പ്രോഗ്രാമുകൾ ഇടയ്ക്ക് അവതരിപ്പിക്കാം. പരമാവധി നിങ്ങൾ ടീംമേറ്റ്സിനെയും ഗസ്റ്റുകളെല്ലാം ആ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യയിലുണ്ടെങ്കിലും മോദി കെയറിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇത്തരത്തിലുള്ള വണ്ടർഫുൾ ഡെമോസ്. മറ്റ് പല കമ്പനികൾ ഉൽപ്പന്നങ്ങളെ പറ്റി പറയുമ്പോൾ ചെയ്ത് കാണിക്കാൻ അല്ലെ, ആ ഒരു ചങ്കുറ്റമുള്ള കമ്പനി മോദി കെയർ ആണ്. ആ ചങ്കുറ്റുള്ള വ്യക്തികൾ മോദി കെയർ കൺസൾട്ടൻസ് ആണ്. നേരത്തെ നെൽസൺ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടർഫുൾ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ മാക്സിമം ആളുകളുടെ മുൻപിൽ അവതരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ സംസാരിക്കണ്ടേ, നമ്മൾ സംസാരിക്കേണ്ട. സാധാരണ മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ ലീഡേഴ്സ് സംസാരിക്കുമ്പോൾ മോദി കെയറിൽ ഉൽപ്പന്നങ്ങൾ സംസാരിക്കും.
നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെ മോദി കെയർ ഉൽപ്പന്നങ്ങളില് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. മോദി കെയർ ഉൽപ്പന്നങ്ങളില് നമ്മുടെ വിദേശയാത്ര ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പ്രോഗ്രാമിൽ പല ആളുകളും ശ്രീലങ്കൻ ട്രിപ്പിനൊക്കെ ക്വാളിഫൈഡ് ആയ ആൾക്കാരാണ്. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ ഈ മോദി കെയർ ഉൽപ്പന്നങ്ങളിൽ കാറും വീടും വിദേശയാത്രയും നമ്മുടെ അംഗീകാരവും പാസിറ്റീവിനും എല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോ എല്ലാറ്റിനും ഉപരിയായിട്ട് മോദി കെയർ ഉൽപ്പന്നങ്ങളെ സ്നേഹിക്കുക, മോദി കെയർ ഉൽപ്പന്നങ്ങളെ പ്രണയിക്കുക. ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിലും മോദി കെയറിൽ വന്നുകൊണ്ട് മാത്രമാണ് ഇത്രയ്ക്ക് നല്ല ഉൽപ്പന്നങ്ങൾ എനിക്കും എന്റെ ജീവിതത്തിന് ഭാഗമാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഈ കാലഘട്ടത്തില് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് മാറ്റിക്കൊണ്ട്, ഷോപ്പ് മാറ്റിക്കൊണ്ട്, ആ ഉൽപ്പന്നങ്ങളുടെ സവിശേഷ ഗുണങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എല്ലാ കൺസൾട്ടൻസിനും ലീഡായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സ്വപ്ന ജീവിതം മോദി കെയറിനോട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഗുഡ് മോദി കെയർ മോർണിംഗ്. താങ്ക് യു. താങ്ക് യു ജോളി സിവർ സാർ. ശരിക്കും ജോളി സിവർ സാറാണ് തന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്നത്. ആദ്യം അദ്ദേഹം ഈ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ കരുതിയത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനാണ്, അയൽവക്കാരനും കൂടിയായിരുന്നു. എന്തോ തരികിട പരിപാടിയിൽ അദ്ദേഹം പോയി പെട്ടേക്കണേന്ന്, എന്നെയും പെടുത്താൻ വേണ്ടി വന്നേക്കണെന്നാണ് ആദ്യം ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ എനിക്ക് ആത്മാർത്ഥത്തോട്ട് പറയാൻ പറ്റും, എന്നെ പെടുത്താൻ വേണ്ടി വന്ന ആളായിരുന്നില്ല അദ്ദേഹം, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആളായിരുന്നു എന്ന് പറയാം. കാരണം അദ്ദേഹം കാരണം ഈ ബിസിനസ്സിലൂടെ എനിക്ക് 2 വിദേശയാത്രയൊക്കെ പോകാൻ പറ്റി. സിംഗപ്പൂരും അതുപോലെ തായ്ലൻഡിലും. ഇപ്പൊ 3ാമത്തെ വിദേശയാത്ര ശ്രീലങ്ക ട്രിപ്പ്, അതിനും ഏകദേശം ക്വാളിഫൈ ആയിക്കൊണ്ടിരിക്കുന്നു. 3ാമത്തെ അല്ല, ഇതിക്ക് മുമ്പിന്റെ മറ്റൊരു വിദേശയാത്ര കിട്ടേണ്ടതായിരുന്നു. അത് കൊറോണ സീസണിൽ അതിന്റെ പേരിൽ അത് സമീർ മോഡി സാറ് നമുക്ക് അത് ക്യാഷായിട്ട് തന്നു. ഏകദേശം 1 ലക്ഷത്തിന് മേലെ തുക അന്നുണ്ടായിരുന്നു. വിദേശയാത്ര പോകാൻ പറ്റാത്തതുകൊണ്ട് ക്യാഷായിട്ട് തന്നത്. ഇന്നിപ്പോ ഞാൻ ഉപയോഗിക്കുന്ന കാറ് നെക്സോൺ എന്ന് പറഞ്ഞ കാറ് കമ്പനി എനിക്ക് ഫ്രീ തന്നതാണ്. ഇപ്പോ ഹോം ഫണ്ട് അതെല്ലാം അനുഭവിച്ച് വളരെ ഭംഗിയായിട്ട് ഇന്നിപ്പോ ഡയമണ്ട് ആർട്ട് എന്നുള്ള പൊസിഷനിൽ വളരെ മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്നു. അതിനൊക്കെ കാരണക്കാരൻ എന്നെ പെടുത്തിയതല്ല, രക്ഷപ്പെടുത്തുക എന്റെ ജോളി സിവർ സാറാണ്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ നമ്മുടെ സിറിൽ സാറാണ്. സിറിൽ സാറിന് ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇന്നിപ്പോ ഇവിടെ ഡെമോ കാണിച്ച നിഷ മാഡം, വിനു സാർ, ഫിരിസാൻഡി മാം, രാജീവ് സാർ, സിനി മാഡം, സജീവ് സാറ്, പിന്നെ ട്രീസ മാഡം, എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങളും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.